ഹായ്. അപ്പോൾ ഇന്ന് കുറച്ച് പുളിഞ്ചിക്ക വെച്ച് അച്ചാറിട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിഞ്ചിക്കയാണിത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പുളിഞ്ചി മരമാണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പിച്ചി അച്ചാറിടാമെന്ന്. കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതൊരുപാട് പഴക്കമുള്ള ഒരു പുളിഞ്ചി മരമാണ്. നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് പോലും എല്ലാ വർഷവും ഇഷ്ടംപോലെ പുളിഞ്ചിക്ക ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൊണ്ടുപോയി നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത പുളിഞ്ചിക്ക ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം കുറച്ച് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ഈ പുളിഞ്ചിക്ക ഉണക്കിയിട്ട് അച്ചാറിടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് പച്ചയ്ക്ക് ഇടുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഉണക്കിയിട്ട് അച്ചാറിടുന്നതിന്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പച്ചയ്ക്ക് തന്നെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഇത്രയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കണം. എണ്ണ ചൂടാകുമ്പം കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് നല്ലപോലെ കഴുകി ചതച്ചെടുക്കണം. എന്നിട്ട് ചതച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതാകുമ്പം പെട്ടെന്ന് മൂത്ത് കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇളക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് കായവും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇളക്കിയപ്പോൾ കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഇളക്കാം. ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പുളിഞ്ചിക്ക ചേർക്കാൻ നമുക്ക് ചൂടുവെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. കാര്യം പുളിഞ്ചിക്കയിൽ തന്നെ വെള്ളം ഉണ്ടായതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. പുളിഞ്ചിക്ക ഒരുപാടങ്ങ് വെന്തു പോകരുത്, എന്നാലൊരു ടേസ്റ്റ് കാണില്ല. കുഴഞ്ഞ ആയാൽ കൊള്ളത്തില്ല. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പം കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി നല്ല റെഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പം കടയിൽ നിന്നൊക്കെ അച്ചാർ മേടിച്ച് കൊടുക്കാതെ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അച്ചാറിടുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ വിനീഗറൊന്നും ചേർക്കുന്നില്ല. അപ്പം എൻ്റെ പുളിഞ്ചിക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. താങ്ക് യു.